ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 2 ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇന്നത്തെ. അപ്പോൾ ഈ 2 ഫോം ഷീറ്റ് വെച്ച് ഒരു അടിപൊളി പരിപാടിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഈ 2 ഫോം ഷീറ്റ് മതി. അപ്പോൾ ഇത് ഗ്ലിറ്റർ ടൈപ്പ് ഫോം ഷീറ്റാണ്, അതും കട്ടി കുറഞ്ഞ ഫോം ഷീറ്റാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വാങ്ങിക്കാൻ പോയപ്പോൾ എടുത്ത 2 ഫോം ഷീറ്റാണ്. ഇത് 12 രൂപയുള്ളൂ. ഇന്ന് കട്ടിയില്ല, ബാക്ക് സൈഡിൽ സ്റ്റിക്കിങ്ങും അല്ല കട്ടിയും ഇല്ല. അപ്പോൾ ഒരു സൈഡുള്ള ഫോം ഷീറ്റാണ് കേട്ടോ, ഒരു സൈഡ് ഗ്ലിറ്റർ ആയിട്ടുള്ള ഫോം ഷീറ്റാണ്. ഇത് ബ്ലൂവും യെല്ലോവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് 4 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ എന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അത് നിങ്ങൾക്ക് ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ. വലുതായിട്ട് 4 സെൻറ്റിമീറ്റർ കുറച്ച് വലുതായിട്ട് കിട്ടും, 3 സെൻറ്റിമീറ്റർ കുറച്ച് ചെറുതാക്കി കിട്ടും കേട്ടോ. എപ്പോഴും ഇച്ചിരി വലിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ 4 സെൻറ്റിമീറ്റർ എടുക്കുന്നുണ്ട്. അത് എന്നിട്ട് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഫോം ഷീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഫോം ഷീറ്റ് പല ടൈപ്പുണ്ട്. ഗ്ലിറ്റർ ടൈപ്പ് ഉണ്ട്, ഗ്ലിറ്റർ അല്ലാത്ത ടൈപ്പ് ഉണ്ട്. ഇനി ഫോം ഷീറ്റ് കട്ടിയുള്ളതുണ്ട്, കട്ടി കുറഞ്ഞതുമുണ്ട്, പിന്നെ ബാക്ക് സൈഡ് സ്റ്റിക്കിങ് ഉള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കി വാങ്ങിക്കുക. ഈ ഒരു ടൈപ്പ്, അതായത് ഒരു സൈഡ് ഗ്ലിറ്ററുമാണ്, ബാക്ക് സൈഡ് സ്റ്റിക്കിങ്ങോ അല്ലാത്ത കട്ടി കുറഞ്ഞ ഫോം ഷീറ്റാണ് ഏറ്റവും നല്ലത് ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി കളേഴ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാൻ ഈ ഒരു 2 കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതങ്ങ് എടുത്തന്നേ ഉള്ളൂ. അപ്പോൾ നല്ല കളറല്ലേ ഈ ഒരു കളേഴ്സ്. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കണം. ഇനിയും നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് കത്രിക വെച്ചിട്ട് നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മുടെ ആ ഒരു ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, സ്ക്വയർ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഈ ഒരു സെൻറ്റർ ഭാഗത്തൂടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ട്രയാങ്കിളായി. അപ്പോൾ ഇതുപോലെ കുറച്ച് കൂടുതലായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക ആദ്യം തന്നെ. കണ്ടില്ലേ, ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ട്രയാങ്കിൾസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുക്കുന്നതിന് ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒട്ടിച്ചെടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് അയൺ ബോക്സിൽ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇല്ലെങ്കിൽ ഓരോ ട്രയാങ്കിൾസും ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അയൺ ബോക്സ് ആണ് വേണ്ടത്. അയൺ ബോക്സ് നന്നായിട്ട് ചൂടാക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഒന്ന് ചൂടാവുന്ന രീതിയിൽ തൊട്ട് കൊടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് വേണ്ട, കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ചെയ്യുകയാണെങ്കിൽ കൊച്ചു കൂട്ടുകാരോട് പറയാനുള്ളത്, ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കുക, അല്ലെങ്കിൽ കൈ പൊള്ളാൻ ചാൻസ് കൂടുതൽ. അയൺ ബോക്സ് നല്ല ചൂടായിരിക്കും, ചൂടാക്കിയിട്ട് വേണം ചെയ്യാനും. അപ്പോൾ ഒരറ്റത്ത് എന്തെങ്കിലും പെൻസിലോ എന്തെങ്കിലും കത്രയുടെ അറ്റം വെച്ച് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ബെൻഡ് ചെയ്ത് നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ നമുക്കിങ്ങനെ പൊള്ളി വരും. ആ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ. അപ്പോൾ ഇതുപോലെ ട്രയാങ്കിൾസ് കട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ ചൂടാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഇതുപോലെ അറ്റം ചേർത്തിട്ട് നമ്മൾ ട്രയാങ്കിൾ ഓരോന്നോരോന്ന് ഒട്ടിച്ചതിന് ശേഷം അയൺ ബോക്സിൽ ചൂടാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഏതാണോ എളുപ്പം അത് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇത് ഓരോ ട്രയാങ്കിൾ അടുപ്പിച്ചടുപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒന്ന് അറ്റ ചേർത്ത് വേണം ഒട്ടിക്കാൻ ഇതുപോലെ. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് ഷേപ്പിൽ കിട്ടും കണ്ടോ. ഇങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് വരും അത്. അപ്പോൾ അറ്റം ഇങ്ങനെ ഓരോ കളേഴ്സും ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ബ്ലൂവും യെല്ലോ ആണെങ്കിൽ അങ്ങനെ ഓരോന്നായിട്ട് കൊടുക്കുക. ഒരു കളറും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാവും. 3 കളർ ഉണ്ടെങ്കിൽ 3 കളറും കൊടുക്കുക കേട്ടോ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ കിട്ടും. ഇങ്ങനെ വെച്ചിട്ട് ചൂടാക്കി എടുക്കണമെങ്കിലും ചൂടാക്കി എടുക്കാം, ഒരു കുഴപ്പമില്ല. ആ ഒരു അറ്റം ചൂടാക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒന്ന് അറ്റം ചേർത്ത് ചുരുട്ടി കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. ചുരുട്ടി എന്ന് പറയുമ്പോൾ കണ്ടില്ല, ഇതുപോലെ അറ്റത്തുനിന്ന് ഏതെങ്കിലും ഒരറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് അകത്തേക്ക് ചുരുട്ടി കൊടുക്കണം. അതിന് സൈഡിൽ ആ ഒരു അറ്റത്ത് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് കൊടുത്തതിന് ശേഷമാണ് ചുരുട്ടി കൊടുക്കുന്നത്. ഫെവി ബോണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, കുറച്ച് നേരം ഒന്ന് പിടിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ചുറ്റി കൊടുക്കുക, അറ്റം വരെ ചുറ്റുക. അപ്പോൾ ആ അടിയിലത്തെ ഭാഗം നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ചുറ്റി കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ കിട്ടും. അപ്പോൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക, കൈ പൊള്ളാതെ സൂക്ഷിക്കുക. കുറേ തവണ എൻ്റെ കൈ പൊള്ളാറുണ്ട്. അപ്പം ഗ്ലൂ നല്ല ചൂടായിരിക്കും, അപ്പോൾ കൈ പൊള്ളാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ, കുട്ടികൾ പ്രത്യേകിച്ച്. അപ്പോൾ ഇതുപോലെ ചുരുട്ടി എടുക്കുമ്പോൾ നമുക്ക് ഫ്ലവർ കിട്ടും. അപ്പോൾ അറ്റത്തൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവർ ആയി വരുന്നുണ്ട്. അപ്പം വീണ്ടും ഒരു 8 ഇതൾ ആവുന്ന രീതിയിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. യെല്ലോയും ബ്ലൂവും 8 ട്രയാങ്കിൾ വെച്ചിട്ട്. ഇതിൽ കൂടുതൽ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, കുറച്ച് വലിയ പൂ കിട്ടും കേട്ടോ. അപ്പോൾ
അതിൻ്റെ അവസാനത്തെ ട്രയാങ്കിളിലോട്ട് ചേർത്തൊട്ടിച്ചിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഇപ്പം നമ്മുടെ ഫ്ലവർ ആയിട്ടുണ്ട്. ഇനി ആ ഗ്ലൂ ഗണ്ണൊക്കെ അറ്റത്തൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കളയാം. അപ്പം നമ്മുടെ ഫ്ലവർ ആയിട്ടുണ്ട്. ഇതേ കണ്ടില്ല, ആ ജോയിൻ്റൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫ്ലവർ. ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. കണ്ടില്ല, ആ ട്രയാങ്കിളിൻ്റെ അറ്റം ഒന്നിങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എളുപ്പ പരിപാടിയാണ്. ഇന്നപ്പോൾ ഇനി നമ്മുടെ കൂട്ടുകാരെത്തിയിട്ടുണ്ട്, കുറച്ച് കൂട്ടുകാരെത്തിയിട്ടുണ്ട് ഹായ് പറയാനായിട്ട്. അപ്പോൾ 7th പഠിക്കുന്നത് മിസ്ന ഖദീജ, ജുമാന, സവിത, നിത, നിയാസ്. 8th പഠിക്കുന്ന സഫ, നേഹ, മിയ. എല്ലാവർക്കും ഒരു വലിയ ഹായ്. അപ്പോൾ ഹായ് ഒക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ വരിക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാ വീഡിയോസും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ നമ്മുടെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ മാത്രമല്ല, ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതുപോലെ ഇൻസ്റ്റാ പേജ് ഉണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് വരാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതേ നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അടുത്തൊരു ഫ്ലവറും കൂടെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെക്കുക. കണ്ടില്ലേ, ഫ്ലവറായി. എളുപ്പമല്ലേ? അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. 2 ഫോം ഷീറ്റ് മതി കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. ഇത് കട്ടി കുറഞ്ഞതോ കൂടിയതോ ഇത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിന് റൗണ്ട് ഷേപ്പ്, അകത്ത് ഒന്ന് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ പുറത്തും അകത്തുമായിട്ട് നമ്മൾ 2 സർക്കിൾ വരച്ചിട്ടുണ്ട്. എന്നിട്ട് അകം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കിട്ടും. കണ്ടില്ലേ? അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് ജൂട്ട് ത്രെഡ് വെച്ചിട്ട് ഫുള്ളും നല്ല കട്ടിക്ക് ചുറ്റിയെടുക്കണം. ജൂട്ട് ത്രെഡ് ഇല്ലെങ്കിൽ വൂളൻ ത്രെഡ് ആയാലും മതി. കുറച്ച് നല്ല ഗ്യാപ്പ് ഇടാതെ തന്നെ ചുറ്റിയെടുക്കണം കേട്ടോ ഇത് ഫുള്ളായിട്ട്. അപ്പോൾ ഇതേ നമ്മൾ ചുറ്റിയെടുത്ത ആ ഒരു സർക്കിളിലേക്ക് നമ്മൾ ഓരോ ഫ്ലവേഴ്സായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ അറേഞ്ച് ചെയ്യാം. ഓരോരോ ഫ്ലവേഴ്സായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കളേഴ്സൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഞാനൊരു വലിയ ഫ്ലവർ അവിടെ ഒന്ന് വെച്ച് കൊടുത്തു. ഇത് ആദ്യം ഉണ്ടാക്കിയ ഫ്ലവർ കേട്ടോ. അത് ഞാനും അങ്ങ് വെച്ച് കൊടുത്തു. ഒരു യെല്ലോ കളറിൽ തന്നെ ഉണ്ടാക്കിയ ഫ്ലവറാണ്. അതും നമുക്ക് ആ അറ്റത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം വെറുതെ അങ്ങ് കിടക്കുകയാണ്, ഒരു വലിയ ഭംഗിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതുപോലത്തെ മാല അല്ലെങ്കിൽ പേൾസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്യുന്ന സ്റ്റോൺസ്, ലേസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ ഈ ഒരു പേൾസാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. മാല പോലെയാണ് കേട്ടോ, മാലയല്ല, എന്നാലും ഞാൻ സാരിയിൽ വെക്കാൻ വാങ്ങിച്ചാൽ കുറേ നാളായി ഇത് വാങ്ങിച്ചിട്ട്. അപ്പോൾ അതാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒരു ലേസിലുണ്ടായിരുന്ന മുത്തുകളാണിത്, മാല പോലെ. അപ്പോൾ അത് ഞാനിവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഭംഗി വന്നു. ഇതിന് പകരം നമുക്ക് എന്ത് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. ആ ഒരു ഭംഗിക്കായിട്ട് ലീഫ് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ആർട്ടിഫിഷ്യൽ ലീഫ് ഉണ്ടെങ്കിൽ അതും ഒട്ടിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ വോൾ ഹാങ്ങിങ്. അപ്പോൾ ഫ്ലവർ ചെയ്യാൻ പഠിച്ചു, വോൾ ഹാങ്ങിങ്ങും ആ ഫ്ലവർ വെച്ച് ചെയ്തിട്ടുണ്ട്. എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ബാക്കിലൊരു ഹാങ്ങിങ്ങും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് വെക്കാം. അപ്പോൾ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.